കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ KCBCയുടെ വർഷകാല സമ്മേളനം ജൂൺ 3-4 തീയതികളിലായി കേരള കത്തോലിക്ക സഭയുടെ കേന്ദ്ര കാര്യാലയമായ POCയിൽ നടന്നു. സഭയെയും സമൂഹത്തെയും ബാധിക്കുന്ന ധാരാളം വിഷയങ്ങൾ ഗൗരവമായ ചർച്ചകൾക്കും പരിചിന്തനങ്ങൾക്കും വിധേയമാവുകയുണ്ടായി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മഹാജൂബിലിയുടെയും കേരള കത്തോലിക്ക സഭയിൽ തുടക്കം കുറിച്ചിരുന്ന കേരള സഭാ നവീകരണത്തിൻ്റെയും സംയുക്തമായ സമാപന ആഘോഷങ്ങൾ 2025 ഡിസംബർ മാസത്തോടുകൂടി കേരള സഭ ഒന്നാകെ ആചരിക്കുവാൻ തീരുമാനമെടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ നിഖ്യാ സുനഹദോസിൻ്റെ 1700 വർഷം കേരള കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ ക്രൈസ്തവ സമൂഹങ്ങൾ ഒന്നു ചേർന്ന് എക്യുമെനിക്കൽ സ്വഭാവത്തോടുകൂടി ആഘോഷിക്കുവാനും ആചരിക്കുവാനും തീരുമാനമെടുക്കുകയുണ്ടായി. ഭാരതത്തിൻ്റെ പല പ്രദേശങ്ങളിലും ക്രൈസ്തവ മിഷനറിമാർക്ക് എതിരെയുണ്ടാകുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും ഒപ്പം കൊള്ള അടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഗൗരവമായിട്ട് കാണണമെന്നും അധികാരികൾ വേണ്ട നടപടികൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എടുക്കണമെന്നും KCBC ശക്തമായി ആവശ്യപ്പെടുകയുണ്ടായി. വയനാട് വിലങ്ങാട് ദുരന്തം ഉണ്ടായപ്പോൾ അതിൽ ക്ലേശമനുഭവിച്ച സഹോദരങ്ങൾക്ക് ആശ്വാസമായി KCBC പ്രഖ്യാപിച്ചിരുന്ന ഭവന നിർമ്മാണ പുനരധിവാസ പദ്ധതി 100 ഭവനങ്ങൾ ആ പ്രദേശങ്ങളിലെല്ലാമായി നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരുന്നത് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 2025 ഡിസംബർ മാസത്തോടുകൂടി എല്ലാ ഭവനങ്ങളുടെയും പണി പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് കൈമാറുവാൻ തീരുമാനമെടുക്കുകയുണ്ടായി. സമൂഹത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന മനുഷ്യരോടുള്ള KCBCയുടെ പ്രതിജ്ഞാബദ്ധത ഒരിക്കൽ കൂടി ശക്തമായ രീതിയിൽ പ്രകടിപ്പിക്കുകയുണ്ടായി. വന്യമൃഗ ശല്യം മൂലം പ്രയാസമനുഭവിക്കുന്ന ഹൈറേഞ്ചിലെയും അതുപോലെ മലബാർ മേഖലയിലെയുമൊക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശാശ്വതമായ പരിഹാരം കാണത്തക്ക വിധം അടിയന്തിരമായി ഗവൺമെൻറ് ഇടപെടണം എന്ന് KCBC ആവശ്യപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ തീരദേശത്ത് മത്സ്യത്തൊഴിലാളി സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. കാലാകാലങ്ങളായി തുടരുന്ന പ്രശ്നങ്ങളോടൊപ്പം പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്ത് വരികയാണ്. കടൽ മണൽ ഖനന നീക്കം തീരത്തെ ഗൗരവമായി ബാധിക്കുന്നതോടൊപ്പം തന്നെ കടലിലെ മത്സ്യസമ്പത്തിനെയും ബാധിക്കുന്നു എന്ന് നിരീക്ഷിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അടുത്ത കാലത്ത് കടലിലുണ്ടായ കപ്പൽ അപകടത്തിൻ്റെ ദൂരവ്യാപകമായ പരിണിത ഫലങ്ങൾ ഗൗരവമായി പഠിക്കുകയും അതിന് തക്കതായ പരിഹാരം കണ്ടെത്തുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഒപ്പം ഈ കാലഘട്ടങ്ങളിൽ കടലിൽ പോകുവാൻ സാധിക്കാതെ വറുതിയിലായിരിക്കുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് പ്രത്യേകിച്ചും മഴനാളുകളിൽ കടൽ കാറ്റും കോളും കൊണ്ട് കടലിൽ പോകുവാൻ സാധിക്കാത്ത ദിവസങ്ങളിൽ ജീവനാംശം നൽകി മത്സ്യത്തൊഴിലാളികളെ സഹായിക്കണം എന്ന് KCBC ആവശ്യപ്പെടുകയുണ്ടായി. കേരളത്തിലെ കർഷക സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല. ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന താങ്ങുവില പോലും നെല്ല് പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് പലപ്പോഴും ലഭ്യമാവുന്നില്ല. ശേഖരിച്ച നെല്ലിനും മറ്റുൽപ്പന്നങ്ങൾക്കും ലഭിക്കുവാനുള്ള തുകയ്ക്കു വേണ്ടി ദീർഘനാളുകൾ
കർഷകർ കാത്തിരിക്കേണ്ടി വരുന്നു. ഒപ്പം കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വിലയിടിവും അതുപോലെ തന്നെ കൃഷിനാശം, നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗ ശല്യങ്ങൾ മൂലം കൃഷിനാശമുണ്ടാകുന്നു. അങ്ങനെ കാർഷിക വൃത്തി ദുഷ്കരമായി തീരുന്ന ഈ അവസരത്തിൽ കർഷകർക്ക് സഹായകമായ നിലപാടുകളും നിയമങ്ങളും സഹായകമായ പദ്ധതികളും ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കണം എന്ന് ശക്തമായി KCBC ആവശ്യപ്പെടുന്നു. ഒപ്പം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കത്തോലിക്കാ സഭ നൽകിയിട്ടുള്ള സംഭാവനകൾ അഭിമാനപൂർവം KCBC അനുസ്മരിക്കുകയും എയ്ഡഡ് മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്ക് ഗവൺമെൻറ് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം വിദ്യാഭ്യാസ മേഖലയിൽ ആവിഷ്കരിക്കുന്ന നൂതന പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് എന്ന് ശക്തമായി KCBC ആവശ്യപ്പെടുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പുതിയ പരിഷ്കാരങ്ങൾ കടന്നു വരുമ്പോൾ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്ക് അതുപോലെ തന്നെ പ്രൈവറ്റ് മാനേജ്മെൻറ്റുകൾക്ക് ന്യായമായ സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കുവാൻ ആവശ്യമായ അവസരങ്ങളും സാഹചര്യങ്ങളും ഒരുക്കണം എന്ന് KCBC അഭിപ്രായപ്പെടുകയുണ്ടായി. മുനമ്പം ജനതയുടെ റവന്യൂ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ദീർഘമായ സമരം എത്രയും വേഗം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ, ആ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സമ്പൂർണമായും ശാശ്വതമായും പുനഃസ്ഥാപിച്ച് നൽകുവാൻ അടിയന്തരമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് നിർദ്ദേശിക്കപ്പെടുകയുണ്ടായി. അസംഘടിത തൊഴിലാളി മേഖലയിൽ സഭ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനും KCBCയുടെ ലേബർ കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ KLM കേരള ലേബർ മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അസംഘടിത തൊഴിലാളികളുടെ ക്ഷേമത്തിനായുള്ള പദ്ധതികൾ കൂടുതൽ വ്യാപകമാക്കുവാൻ എല്ലാ രൂപതകളിലും കൃത്യമായ സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുവാനും KCBC തീരുമാനിക്കുകയുണ്ടായി. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ മുന്നേറ്റങ്ങളോട് സഹകരിച്ചുകൊണ്ട് തന്നെ ശക്തമായ നിലപാടുകൾ എടുക്കുവാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും മറ്റ് പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുവാനും നിശ്ചയിക്കുകയുണ്ടായി. ജൂൺ 26 ആഗോള ലഹരി വിരുദ്ധ ദിനം പ്രമാണിച്ച് കേരള കത്തോലിക്കാ സഭയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അന്ന് രാവിലെ അസംബ്ലി സംഘടിപ്പിക്കുവാനും ആ അസംബ്ലിയിൽ വെച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടത്തുവാൻ നിശ്ചയിക്കുകയുണ്ടായി.